പ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ചാപ്റ്റർ 11, 12, 13, അതായത് ഈ 3 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ 11ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. 11ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ചാൽ എസ് ക്യു സിയെ പറ്റിയിട്ടാണ് അതിൽ പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ പഠിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഇതാണ്: വാട്ട് ഈസ് ചാൻസ് വേരിയേഷൻ ആൻഡ് വാട്ട് ഈസ് അസൈനബിൾ വേരിയേഷൻ? വേരിയേഷൻ രണ്ട് തരത്തിലുണ്ട്. ചാൻസ് വേരിയേഷൻ ഉണ്ട്, അസൈനബിൾ വേരിയേഷൻ ഉണ്ട്. അതെന്താണ് ചാൻസ് വേരിയേഷൻ, എന്താണ് അസൈനബിൾ വേരിയേഷൻ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ചാൻസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയേഷൻ ദാറ്റ് ഈസ് റാൻഡം ഇൻ നേച്ചർ, അതായത് റാൻഡമായിട്ട് സംഭവിക്കുന്ന വേരിയേഷനെയാണ് ചാൻസ് വേരിയേഷൻ. ചാൻസ് എന്ന് പേരും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ചാൻസ് വേരിയേഷൻ എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ റാൻഡം എന്നുള്ള അല്ലെങ്കിൽ അതിൽ നടക്കാൻ സാധ്യതയുള്ളത് അല്ലേ? വേരിയേഷൻ ദാറ്റ് ഈസ് റാൻഡം ഇൻ നേച്ചർ, റാൻഡമായിട്ട് നടക്കാൻ സാധ്യതയുള്ള വേരിയേഷനെയാണ് എന്താണ് ചാൻസ് വേരിയേഷൻ എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വേരിയേഷൻ കനോട്ട് ബി കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് അൺലെസ് ദർ ഈസ് എ മേജർ ചേഞ്ചിങ് ഇൻ ദ എക്യുപ്മെൻറ്റ് ഓർ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രോസസ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേരിയേഷനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? there is a major changing in the equipment or material used in the process. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലോ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് പറഞ്ഞാൽ സാധനങ്ങൾ, ഉപകരണ സാമഗ്രികളോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ നമ്മൾ മാറ്റേണ്ടി വരും. ഇനി അസൈനബിൾ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അസൈനബിൾ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയേഷൻ ദാറ്റ് ഈസ് നോട്ട് റാൻഡം. അതായത് ഇവിടെ വേരിയേഷൻ എന്ന് പറയുന്നത്, മാറ്റങ്ങൾ എന്ന് പറയുന്നത് റാൻഡം അല്ല. It can be eliminated or reduced by investigating the problem and finding the cause. അപ്പോൾ ഇങ്ങനെ വരുന്ന, അതായത് അസൈനബിൾ വേരിയേഷനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും, കുറക്കാനും പറ്റും. എങ്ങനെയാണ് കുറക്കുന്നത്? ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്രോബ്ലം ആൻഡ് ഫൈൻഡിങ് ദ കോസ്. അതായത് എന്താണ് അതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് അത്, അല്ലെങ്കിൽ അതിനുള്ള കാരണം കണ്ടുപിടിച്ച് അത് എലിമിനേറ്റ് ചെയ്താൽ മതി. As improperly adjusted or controlled machines, operator errors, defective raw materials, it is not tolerable and does affect the quality and utility of the product or article. അതായത് ഇംപ്രോപ്പർ യൂസ് ഓഫ് മെഷീൻ ഉപയോഗിക്കുന്നത് ശരിയായ അല്ലെങ്കിൽ ഓപ്പറേറ്ററുടെ ഭാഗത്തു നിന്ന് വന്ന എറേഴ്സ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഡിഫക്റ്റീവ് ആയതുകൊണ്ട് വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള വേരിയേഷൻസിനെയാണ് എന്താണ് അസൈനബിൾ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സച്ച് കോസസ് ഓഫ് വേരിയേഷൻ ആർ കോൾഡ് അസൈനബിൾ കോസസ് ഓഫ് വേരിയേഷൻ. നേരത്തെ എന്താണ്? ചാൻസ് കോസസ് ഓഫ് വേരിയേഷൻ. ഇനി ഇതിൽ കാര്യമായിട്ടുള്ളത് നമ്മൾ എക്സ് ബാർ ചാർട്ടും അത് വരക്കാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ പഠിക്കേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റിയിൽ എക്സ് ബാർ ചാർട്ട് വരക്കാൻ പഠിക്കണം. അതായത് ചാർട്ട് വരക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അണ്ടർ കൺട്രോളിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് വരക്കുന്നത്, എക്സ് ബാർ ചാർട്ട് വരക്കുന്നത്. ഇവിടെ എക്സ് ബാർ ചാർട്ട് വരക്കുന്നത് എന്തിനാണ്? ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് അണ്ടർ കൺട്രോൾ ആണോ എന്ന് പരിശോധിക്കുന്നത്? അതായത് എക്സ് ബാർ ചാർട്ട് വരച്ചിട്ട് നമ്മൾ അതിലുള്ള പോയിൻറ്റ്സ് മുഴുവനും നമ്മൾ പ്ലോട്ട് ചെയ്യും. അതായത് ഏതൊക്കെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ സാമ്പിൾ വാല്യൂസും എക്സ് ബാറിൻ്റെ വിലകളും, സാമ്പിൾ നമ്പേഴ്സും എക്സ് ബാറിൻ്റെ വിലകളും പ്ലോട്ട് ചെയ്യും. ഒരു ചാർട്ടിൽ, എക്സ് ബാർ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പോയിൻറ്റുകളെല്ലാം അതിൽ 2 ലിമിറ്റ്സ്, ആക്ച്വലി ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും ഉണ്ട്. മധ്യത്തിൽ സെൻട്രൽ ലൈനുണ്ട്. അപ്പം നമ്മൾ വരച്ച പോയിൻറ്റുകളെല്ലാം ലോവർ കൺട്രോൾ ലിമിറ്റിനും അപ്പർ കൺട്രോൾ ലിമിറ്റിനും ഇടയിലാണെങ്കിൽ നമുക്കെന്ത് പറയാൻ പറ്റും? ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ പറ്റും. അതായത് ഇവിടെ എക്സ് ബാർ ചാർട്ട് വരക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും 3 ലൈന് വരയ്ക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേത് സെൻട്രൽ ലൈനാണ്. സെൻട്രൽ ലൈനിൻ്റെ ഷോർട്ട് ഫോം CL എന്ന് എഴുതും. അത് വരക്കുന്നത് എങ്ങനെയാണ്? എക്സ് ബാറിൻ്റെ ബാർ കാണണം. അതായത് എക്സ് ബാർ നമ്മൾ ആദ്യം കാണണം, തന്നിരിക്കുന്ന വിലകളുടെ മീൻ കാണണം, അതെല്ലാം കൂട്ടിയിട്ട് വീണ്ടും മീൻ കാണണം. അപ്പോൾ മീൻ ഓഫ് മീൻ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാറുകളുടെ ശരാശരി.
ശരാശരിയുടെ ശരാശരി എന്ന് പറയാം. അതായത് x1 ബാർ പ്ലസ് x2 ബാർ പ്ലസ് xm ബാർ ബൈ എം, അതായത് സിഗ്മ എക്സ് ബാർ ബൈ എം, അതാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. ടു കൺസ്ട്രക്ട് ദ അപ്പർ ആൻഡ് ലോവർ കൺട്രോൾ ലിമിറ്റ്സ് ഓഫ് ദ ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക് ഫ്രം എം സാമ്പിൾസ് വി യൂസ് ദ ഫോളോയിങ് ഫോർമുല. അതായത് ലോവർ കൺട്രോൾ ലിമിറ്റും അപ്പർ കൺട്രോൾ ലിമിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് UCL എന്ന് പറഞ്ഞാൽ അപ്പർ കൺട്രോൾ ലിമിറ്റ്. അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, അതായത് നമുക്ക് സെൻട്രൽ ലൈനിൻ്റെ കാണുമ്പോൾ എക്സ് ബാർ കിട്ടി. എക്സ് ബാറിനെ പ്ലസ് A2 R ബാർ, അതായത് R ബാർ എന്ന് പറഞ്ഞാൽ റേഞ്ച് കാണും. ഓരോന്നിൻ്റെ റേഞ്ച് കാണും. റേഞ്ച് കാണുന്ന എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ്, അപ്പർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ, അതാണ് R. ആ ആറുകളെല്ലാം കൂട്ടിയിട്ട് അതിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതായത് സിഗ്മ R ബൈ എം, അതാണ് R ബാർ. A2ൻ്റെ വില സാമ്പിൾ സൈസിന് A2ൻ്റെ വില നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടും. അപ്പോൾ UCL എന്ന് പറഞ്ഞാൽ എക്സ് ബാർ പ്ലസ് A2 R ബാർ. LCL എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് A2 R ബാർ. ഇവിടെ R ബാർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്ക് നോക്കാം. R ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? R1 പ്ലസ് R2 പ്ലസ് എക്സ്ട്രാ RM ബൈ എം, അതായത് റേഞ്ചുകളെല്ലാം കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക, അതാണ് R ബാർ. ദ മീൻ ഓഫ് എം സാമ്പിൾസ് ഓഫ് റേഞ്ചസ് ആൻഡ് A2 ഈസ് ദ കോൺസ്റ്റൻറ്റ് ദാറ്റ് ക്യാൻ ബി റീഡ് ഫ്രം ദ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കൺട്രോൾ ടേബിൾസ്. SQC ടേബിളിൽ നമുക്ക് A2ൻ്റെ വില കിട്ടും. ദ വാല്യൂ ഓഫ് A2 ഡിപ്പെൻഡ്സ് ഓൺ ദ സാമ്പിൾ സൈസ് n വിച്ച് ഈസ് ദ സെയിം ഫോർ ഓൾ എം സാമ്പിൾസ്. അതായത് എല്ലാ സാമ്പിൾസിൻ്റെയും സൈസ് ഈക്വൽ ആയിരിക്കണം. എല്ലാ സാമ്പിൾസിൻ്റെയും സൈസ് ഈക്വൽ ആണെങ്കിൽ A2ൻ്റെ വില എന്ന് പറഞ്ഞാൽ ഓരോന്നിലുള്ള സാമ്പിൾസിൻ്റെ സൈസ്, അതായത് എന്നിൻ്റെ വിലക്കനുസരിച്ച് പിന്നെ ഏതാണ് A2ൻ്റെ വില നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. The control limits and central line are drawn on a graph paper. Plot the value for the sample mean against the samples. If any points plot beyond the control limits, we say that the process is out of control with respect to the process average. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് സാമ്പിളിൻ്റെ നമ്പറിന് നേരെ അതിൻ്റെ ആവറേജസിൻ്റെ പോയിൻറ്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യും ഗ്രാഫ് പേപ്പറിൽ. അതായത് ആദ്യം 3 ലൈനുകൾ വരക്കും. അതായത് ഏറ്റവും മേലെ വരക്കുന്നത് അപ്പർ കൺട്രോൾ ലിമിറ്റ്, നടുവിൽ വരക്കുന്നത് സെൻട്രൽ ലൈൻ, താഴെ വരക്കുന്നത് ലോവർ കൺട്രോൾ ലിമിറ്റ്. ഇനി നമ്മൾ പ്ലോട്ട് ചെയ്ത പോയിൻറ്റുകളെല്ലാം UCLൻ്റെയും LCLൻ്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാം. ഏതെങ്കിലും 1-2 പോയിൻറ്റ് ആ ലിമിറ്റിൻ്റെ വെളിയിൽ വരുന്നുണ്ടെങ്കിലോ ദ പ്രോസസ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയും. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യനിൽ കുറേ സെൻറ്റൻസ് ഒക്കെ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും വായിക്കുന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന വിലകൾ മാത്രം ഞാൻ നോക്കാം. ശരിക്കും ക്വസ്റ്റ്യൻ ഇതാണ്, ഫുഡ് കമ്പനി പുട്സ് മാംഗോ ജ്യൂസ് ഇൻ ടു ദ ക്യാൻസ്. അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നമുക്ക് ഡാറ്റ തന്നത് നോക്കാം. ഇവിടെ ഡാറ്റ തന്നിട്ടുണ്ട്. ഡാറ്റ തന്നത് സാമ്പിൾ എത്ര തന്നിട്ടുണ്ട്? സാമ്പിൾ 1, 2 അങ്ങനെ 20 തന്നിട്ടുണ്ട്. അവസാനം വെയിറ്റ് ഓഫ് ഈച്ച് ക്യാൻ 4 ക്യാനാണ് ഉള്ളത്. ആ 4 ക്യാൻ്റെ എന്ന് പറഞ്ഞാൽ 4 എന്ന് ഇവിടെ പറയുന്നത്. 4 ക്യാൻസ് ആയതുകൊണ്ട് എന്നിൻ്റെ വില 4 സാമ്പിളിൻ്റെ സൈസ് 4. ഓരോ ക്യാനിലുള്ള വെയിറ്റുകളാണ് ഉള്ളത്. ജ്യൂസിൻ്റെ വെയിറ്റാണ് കാണുന്നത് 15, 12, 13, 20. അങ്ങനെ ഓരോന്നിലും 4 വെയിറ്റുകൾ ഉണ്ടാവും, 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? എക്സ് ബാർ ചാർട്ട് വരക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സാമ്പിളിൻ്റെ നമ്പർ എഴുതുന്നു, 1 മുതൽ 20 വരെ നമ്പർ എഴുതി. പിന്നെ ക്യാനുകളുടെ വെയിറ്റ് എഴുതി 15, 12, 13. അത് ചോദ്യത്തിൽ തന്നത് തന്നെ. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാനുകളുടെ വെയിറ്റിൻ്റെ ടോട്ടൽ, അതായത് 15, 12, 13, 20 സിഗ്മ എക്സ്, അതായത് സിഗ്മ എക്സിൻ്റെ എക്സ് വാല്യൂ എന്ന് വിചാരിക്കാതെ ക്യാനിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ആണെങ്കിൽ ആ സിഗ്മ എക്സ് കാണാം. x1 ബാർ, x1 ബാർ പ്ലസ് x2 ബാർ, ഇതെല്ലാം വെയിറ്റ് ഓഫ് ദ ക്യാനാണ്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൻ്റെ ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തിൻ്റെ ടോട്ടൽ 60, രണ്ടാമത്തിൻ്റെ ടോട്ടൽ 40, അങ്ങനെ കിട്ടുന്നു. ഇനി അതിൻ്റെ മീൻ കാണണം, സാമ്പിൾ മീൻ കാണണം. സാമ്പിൾ മീൻ കാണുന്നത് എങ്ങനെ? 60-ന് അവിടെ ആകെ എത്ര സംഖ്യ ഉള്ളത്? 4 സംഖ്യ ഉള്ളത്. 60-ന് നേരെ അടുത്ത വശത്ത് എത്ര സംഖ്യയുടെ ടോട്ടലാണ്? 60, 4 സംഖ്യയുടെ. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60/4 പറഞ്ഞാൽ 15. അടുത്തത് 40-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40/4 പറഞ്ഞാൽ 10. അടുത്ത 50/4 എന്ന് പറഞ്ഞാൽ 12.5. അങ്ങനെ ഓരോന്നിനും എത്ര സാമ്പിൾസാണോ അവിടെ ഉള്ളത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എല്ലാറ്റിലും 4 സാമ്പിളാണ് ഉള്ളത് കൊണ്ട് എല്ലാ വിലകളെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സാമ്പിൾ മീൻ കിട്ടും. അടുത്ത സാമ്പിൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ഇത് വളരെ പ്രധാനപ്പെട്ടത്, എല്ലാവരും ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ മാർക്കും കിട്ടും. 4 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ സാമ്പിൾ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 4 വില, ഒന്നാമത്തെ സാമ്പിളിന് നേരെ 4 വിലകളുണ്ട്. അതിൽ ഏറ്റവും വലിയ വിലയിൽ നിന്ന് ഏറ്റവും ചെറിയ വില കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ റേഞ്ച് കിട്ടും. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് മൈനസ് സ്മോളസ്റ്റ്.
അപ്പോൾ ഏറ്റവും വലുത് എന്താണ് ഇവിടെ 20, ഏറ്റവും ചെറുതോ 12. 20 നിന്ന് 12 മൈനസ് ചെയ്താത്ത 8. അതാണ് സാമ്പിൾ റേഞ്ച് ഒന്നാമത്തത്. രണ്ടാമത്തെ സാമ്പിൾ റേഞ്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ വില എത്രയാണ്? രണ്ടാമത്തേൽ 14, ഏറ്റവും ചെറിയ വിലയോ 8. അപ്പോൾ 14 നിന്ന് 8 കുറച്ച് എത്ര? 6. അപ്പോൾ സാമ്പിൾ റേഞ്ച് 6. അങ്ങനെ ഓരോന്നിൻ്റെയും സാമ്പിൾ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കും. അത് നിങ്ങൾ നേരെ എഴുതും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ സാമ്പിൾ മീനിൻ്റെ ടോട്ടൽ, അതായത് എക്സ് ബാറിൻ്റെ ടോട്ടൽ നമ്മൾ എഴുതി ഇവിടെ 263. ഇത് സിഗ്മ എക്സ് ബാറാണ്. എക്സ് ബാറിൻ്റെ ടോട്ടൽ എന്ന് വെച്ചാൽ സിഗ്മ എക്സ് ബാർ. അതേപോലെ റേഞ്ചിൻ്റെ ടോട്ടൽ, സാമ്പിൾ റേഞ്ചിൻ്റെ ടോട്ടൽ എന്ന് വെച്ചാൽ സിഗ്മ ആറാണ്. സിഗ്മ ആർ ബാർ അല്ല, സിഗ്മ ആറാണ് റേഞ്ചിൻ്റെ ടോട്ടൽ, ആർ ബാർ അല്ല അത്. ഇനി നമുക്ക് എക്സ് ബാർ കാണാം. എക്സ് ബാർ എന്തിനെ കാണുന്നത്? സെൻട്രൽ ലൈൻ വരക്കുന്നത് എക്സ് ബാറിലൂടെയാണ്. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 263 അല്ലെങ്കിൽ സിഗ്മ എക്സ് ബാറിനെ എന്തുകൊണ്ട് ഗുണിക്കണം? എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എം കൊണ്ട് ഗുണിക്കേണ്ടതല്ല, എം കൊണ്ട് ഹരിക്കണം. എം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 20ആണ്. എത്ര സാമ്പിൾ നമ്പേഴ്സ് ഉള്ളത് ഇവിടെ? സാമ്പിൾസ് എത്ര ഉള്ളത്? 20 ഉണ്ട്. അപ്പോൾ 263നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് എക്സ് ബാർ. അതെത്ര കിട്ടും? 13.15 കിട്ടും. ഇനി ആർ ബാർ എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ സം ആയിട്ടുള്ള സിഗ്മ ആർ ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ ആറിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ എത്ര? 211. അതിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര? 10.55. ഇനി നമുക്ക് A2ൻ്റെ വില ഇവിടെ n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസാണ്, ഓരോന്നിലും ഉള്ള സാമ്പിൾ സൈസ്. അതായത് എന്നിൻ്റെ വില എത്ര? 4ആണ്. അപ്പോൾ എന്നിൻ്റെ വില 4 ആകുമ്പോൾ A2ൻ്റെ വില എത്ര എന്നുള്ളത് ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. ദ വാല്യൂ ഓഫ് A2 for n equal to 4 is 0.729. അത് ടേബിളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടാവും ബ്രാക്കറ്റിൽ വാല്യൂ ഓഫ് A2 for n equal to 4 അല്ലെങ്കിൽ n equal to 30, n equal to 5 അങ്ങനെ ഉണ്ടാവും. പക്ഷേ ആവശ്യമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ n equal to 4 ആകുമ്പോഴേക്കുള്ള A2ൻ്റെ വിലയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ 0.729. ഇനി UCLും LCLും നോക്കാം. സെൻട്രൽ ലൈൻ എവിടെ വരുന്നത് നമുക്കറിയാം. എക്സ് ബാറിനാണ് സെൻട്രൽ ലൈൻ വരക്കേണ്ടത്, അതായത് 13.15. ഇനി UCL എന്ന് പറഞ്ഞാൽ എക്സ് ബാർ പ്ലസ് A2 ആർ ബാറാണ് ഇക്വേഷൻ. നേരത്തെ ഇവിടെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? UCL എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഇവിടെ വരച്ചിട്ടുണ്ട് നമ്മൾ. UCL എന്ന് പറഞ്ഞാൽ എക്സ് ബാർ പ്ലസ് A2 ആർ ബാർ. LCL എന്ന് പറഞ്ഞാലോ എക്സ് ബാർ മൈനസ് A2 ആർ ബാർ. അപ്പോൾ UCL എത്ര എന്നുള്ളത് നമുക്ക് ഈ ചോദ്യത്തിൽ നോക്കാം. UCL എന്ന് പറഞ്ഞാൽ 13.15, അതായത് എക്സ് ബാർ പ്ലസ് A2 പറഞ്ഞാൽ 0.729 ഇൻറ്റു ആർ ബാർ ഇവിടെ ചെയ്തിട്ട് കിട്ടി 10.55. അതെത്ര കിട്ടും? ഗുണിക്കേണ്ട ക്രിയയാണ് ആദ്യം ചെയ്തത്. അപ്പോൾ 13.15 പ്ലസ് 0.729 10.55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെത്ര കിട്ടും? 7.69 കിട്ടും. അത് 13.15 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 20.84 UCL. ഇനി LCL എന്ന് പറഞ്ഞാലോ? LCL എന്ന് പറഞ്ഞാൽ 13.15 മൈനസ്, അതായത് ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നേരത്തെ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ പ്ലസ് എന്നുള്ളത് മൈനസ് ആക്കിയാൽ മതി. അപ്പോൾ 13.15 മൈനസ് 7.69 എന്ന് എഴുതിയാൽ മതി. കാരണം എന്താണ് ഈ LCLൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് A2 ആർ ബാർ ആണ്. നേരത്തെ പ്ലസ് A2 ആർ ബാർ ആണെങ്കിൽ ഇവിടെ മൈനസ് A2 ആർ ബാർ. അപ്പോൾ മൈനസ് 7.69 കുറക്കാം. 7.69 കുറക്കാം 13.15. അപ്പോൾ എത്ര? 5.46. അപ്പോൾ നമുക്കെല്ലാം കിട്ടി. അതായത് സെൻട്രൽ ലൈന് കിട്ടി, LCL കിട്ടി, UCL കിട്ടി. സെൻട്രൽ ലൈൻ വരക്കേണ്ടത് ആദ്യം നമുക്ക് LCL ഏതിന് വരക്കേണ്ടത് നോക്കാം. ആദ്യം വരക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ X അക്ഷത്തിലും Y അക്ഷത്തിലും അടയാളപ്പെടുത്തണം. അതായത് X അക്ഷത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്താണ്? സാമ്പിൾ നമ്പേഴ്സാണ്. ഇവിടെ എത്ര സാമ്പിൾസാണ് ഉള്ളത്? 20 സാമ്പിൾസാണ് ഉള്ളത്. അപ്പോൾ 20 പോയിൻറ്റുകൾ അടയാളപ്പെടുത്തും, തുല്യ ദൂരത്തിൽ അടയാളപ്പെടുത്തും X അക്ഷത്തിൽ 1, 2, 3, 4, 5 അങ്ങനെ 20, അല്ലെങ്കിൽ 2, 4 എന്ന് അടയാളപ്പെടുത്തിയാൽ മതി. 1, 2, 3 അങ്ങനെ 20 പറ്റുന്നില്ലെങ്കിൽ 2, 4, 6, 8, 10, 12, 14 അങ്ങനെ തുല്യ ദൂരത്തിൽ 20 വരെ രേഖപ്പെടുത്താം X അക്ഷത്തിൽ. അത് സാമ്പിൾസ് നമ്പറാണ്. Y അക്ഷത്തിൽ രേഖപ്പെടുത്തേണ്ടത് വാല്യൂ ഓഫ് എക്സ് ബാറാണ്. എക്സ് ബാറിൻ്റെ വില എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ടേബിളിൽ നിന്ന് വാല്യൂ ഓഫ് എക്സ് ബാർ കിട്ടും. എക്സ് ബാറിൻ്റെ വില എന്ന് പറയുന്നത് എത്രാമത്തെ കോളാണ്? 5, 6, 7ാമത്തെ കോളം, അതായത് സാമ്പിൾ മീനിൻ്റെ കോളം. അപ്പോൾ സാമ്പിൾ മീനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എത്ര നോക്കാം നമുക്ക്. ഏറ്റവും കൂടുതൽ വരുന്നത് അതിൽ 18.5 18 അല്ലേ?
ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ 18 ഉൾപ്പെടുത്തക്ക വിധത്തിൽ y അക്ഷത്തിൽ രേഖപ്പെടുത്തണം. എന്ന് വെച്ചാൽ ഒരു 20-25 ഉൾപ്പെടുന്നവർ പോയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്താൻ പറ്റും. ഒന്നെങ്കിൽ 0, 5, 10, 15, 20, അല്ലെങ്കിൽ ഇതിലുള്ളത് പോലെ തന്നെ 0, 10 ഇങ്ങനെ രേഖപ്പെടുത്തിക്കൂടാ. ഇത് നമ്മൾ തുല്യ ദൂരത്തിൽ അടയാളപ്പെടുത്തിയിട്ട് പക്ഷേ തുല്യ അളവിലല്ല ഉള്ളത്. ഇവിടെ 0, 10, പിന്നെ 10 കഴിഞ്ഞാൽ 15. ശരിക്കും ഇത് ഗ്രാഫ് വരക്കാൻ അറിയുന്നവരല്ല, ഇത് തെറ്റിപ്പോയതാണ് ടെക്സ്റ്റ് ബുക്കിൽ. ആക്ച്വലി y അക്ഷത്തിലും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം അടയാളപ്പെടുത്തുന്നത്. ഒന്നെങ്കിൽ 0, 10, 20, 30, 40 വേണം. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം 17 വരെയല്ലേ വേണ്ടൂ. 17 പോയിൻറ്റ് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് 18.5. അപ്പോൾ 20 വരെ വേണ്ടു. അപ്പോൾ നമുക്ക് 0, 5 തന്നെ കൊടുക്കാം. ആദ്യത്തെ 0, പിന്നെ 5, പിന്നെ 10, പിന്നെ 15, പിന്നെ 20, പിന്നെ 25. അങ്ങനെ 5ൻ്റെ ഡിസ്റ്റൻസായിട്ട് നമുക്ക് വരക്കാം മീൻ. ഇനി ആദ്യം നമ്മൾ വരക്കേണ്ടത് UCL ആണ്. UCL വരക്കേണ്ടത് എത്രാമത്തെ ഏത് വിലക്കാണ്? 20.84. അപ്പോൾ 20.84 എവിടെ വരുന്നു നോക്കാം. 20.84 പറഞ്ഞാൽ 20-ന് ഏകദേശം 1 യൂണിറ്റ് മേലെ. അപ്പോൾ 20.84 എക്സ് അക്ഷത്തിന് പാരലായിട്ട് അല്ലെങ്കിൽ എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട് ഒരു ലൈന് വരക്കാം. ഇതാണ് എന്താണ് UCL. ഇവിടെ വരച്ചിട്ടുണ്ട്, ഡോട്ടഡ് ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ട്. അത് UCL. ഇനി സെൻട്രൽ ലൈൻ വരക്കേണ്ടത് ഏതിനാണ്? 13.15 ആണ് എക്സ് ബാർ. അപ്പോൾ അതാണ് സെൻട്രൽ ലൈൻ വരക്കേണ്ടത്. അപ്പോൾ 13.15 എവിടെ വരും നോക്കാം. 10ൻ്റെയും 15ൻ്റെയും ഇടയിൽ 12.5 വരും. അപ്പോൾ ഏകദേശം കുറച്ച് മേലെ 12.5 കുറച്ച് മേലെ വരക്കാം. അതായത് 13.15. അവിടെ നിന്ന് ഒരു തടിച്ച ലൈൻ വരക്കാം. അത് സെൻട്രൽ ലൈൻ. ഇനി LCL ഇവിടെ വരുന്നത് 5.46. അപ്പോൾ 0-നും 5, 0, 5 ഉണ്ട്. അപ്പോൾ 5ൻ്റെ മേലെ വരച്ചാൽ കുഴപ്പമില്ല. 5ൻ്റെ മേലെ 5.46ൻ്റെ ലൈൻ വരക്കാം. അത് LCL. അപ്പോൾ ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ 0.5 ഇവിടെ വരച്ചത്. ഇവിടെ 0-നും 10. ഈ എക്സ് ബാർ ചാർട്ട് ശരിയില്ല. ടെക്സ്റ്റ് ബുക്കിൽ വരച്ചതെല്ലാം തെറ്റാണ്. കാരണം 5.46-നാണ് സെൻട്രൽ ലൈൻ LCL വരക്കേണ്ടത്. ഇവിടെ 5.46-നല്ല വരച്ചിട്ടത്. 0-നും 10ൻ്റെ ഇടയിലാണ്, ഏകദേശം മധ്യഭാഗത്താണ് 5 വരേണ്ടത്. അപ്പോൾ അവിടെയാണ് വരക്കേണ്ടത്. എങ്കിലും പ്രോസസ്സ് കൺട്രോളിൽ തന്നെ ആയിരിക്കും. കാരണം എല്ലാ പോയിൻറ്റും ഇവിടെ നോക്ക്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ 3 ലൈനുകൾ വരച്ചു. ഇനി നമ്മൾ ഓരോ പോയിൻറ്റും അടയാളപ്പെടുത്തണം. പോയിൻ്റ് അടയാളപ്പെടുത്തുമ്പോൾ എക്സ് അക്ഷത്തിലെ സാമ്പിൾ നമ്പേഴ്സ്, അതായത് 1-ന് എത്രയാണ് സാമ്പിൾ മീൻ നോക്കാം. 1-ന് 15. അപ്പോൾ ഇവിടെ പോയിൻ്റ് അടയാളപ്പെടുത്തണം. 1-ന് നേരെ മേലെ 1 എഴുതി കഴിഞ്ഞ് നേരെ മേലെ 15 എവിടെ ഉണ്ട് നോക്കാം. 1-ന് നേരെ 15, y അക്ഷത്തിലെ 15-ഉം എക്സ് അക്ഷത്തിലെ 1-ഉം എവിടെ ഉള്ളത് നോക്കാം. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ആ പോയിൻ്റ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് പറഞ്ഞാൽ എത്രയാണ്? 2-ന് എത്രയാണ്? 2-ന് 10. അപ്പോൾ 2-ന് നേരെ ഇവിടെ 10 എന്ന പോയിൻ്റ് അടയാളപ്പെടുത്താം. 2-ന് 10. അതേപോലെ 3-ന് എത്ര നോക്കാം. 3-ന് എത്രയാണ്? 3-ന് 12.5. 12 രേഖപ്പെടുത്തിയാൽ മതി. 12.5 രേഖപ്പെടുത്താൻ പറ്റുന്നില്ല. 3-ന് 12.5. അങ്ങനെ എല്ലാ പോയിൻറ്റും ഇതിൽ രേഖപ്പെടുത്തിയ ശേഷം അത് തമ്മിൽ ലൈൻ സെഗ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട്, രേഖാഗണം ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്തിട്ടാകുമ്പോൾ ഈ എല്ലാ പോയിൻറ്റ്സും മേലെ കാണുന്നത് UCL-ഉം താഴെ കാണുന്നത് LCL ആണ്. എല്ലാ പോയിൻറ്റ്സും UCL-ൻ്റെയും LCL-ൻ്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ ഇത് വരച്ച ശേഷം പോയിൻറ്റുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ എഴുതാം. എന്തെന്ന് എഴുതേണ്ടത്? കൺക്ലൂഷൻ എഴുതണം. സിൻസ് ഓൾ ദ പോയിൻറ്റ്സ് ലൈസ് ബിറ്റ്വീൻ UCL ആൻഡ് LCL ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ. ചിലപ്പോൾ LCL എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ LCL നെഗറ്റീവായിട്ട് വരും. ലോവർ കൺട്രോൾ ലിമിറ്റ് ഇവിടെ കിട്ടിയത് 5.46. ലോവർ കൺട്രോൾ ലിമിറ്റ് ഇവിടെ കിട്ടിയത് 5.46. ചിലപ്പോൾ അത് എന്താവും? നെഗറ്റീവായിട്ട് വരും. നെഗറ്റീവായിട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സ് അക്ഷം എന്ന് വെച്ചാൽ ആ 0 എന്ന് പറയുന്ന 0-ലെ കൂടിയുള്ള എക്സ് അക്ഷം ഉണ്ടല്ലോ, അത് തന്നെ LCL ആയിട്ട് എടുത്താൽ മതി. അതാണ് എക്സ് ബാർ ചാർട്ട് വരക്കുന്ന ഒരു ക്വസ്റ്റ്യന്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്സ് ബാർ ചാർട്ട് വരക്കാം. ഇല്ല, ആർ ചാർട്ടും കൂടി വരക്കാൻ പറഞ്ഞു. നമുക്ക് ആർ ചാർട്ട് വേണ്ട. ഫോക്കസ് ഏരിയയിൽ ആർ ചാർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എക്സ് ബാർ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. എക്സ് ബാർ ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ സാമ്പിൾസിൻ്റെ ടോട്ടൽ കണ്ടു. സാമ്പിൾസിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ച ശേഷം സാമ്പിൾസിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് കണ്ടു. അതാണ് എക്സ് ബാർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആ പ്രൊസീജിയർ ഇല്ല. ഇവിടെ നമുക്ക് സാമ്പിൾ നമ്പർ എത്ര തന്നിട്ടുണ്ട്? 1 മുതൽ
20 വരെ സാമ്പിൾ നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ സാമ്പിൾ നമ്പർ ഒന്നാമത്തെ കോളത്തിന് സാമ്പിൾ നമ്പർ ഉണ്ട്, നാലാമത്തെ കോളത്തിന് സാമ്പിൾ നമ്പർ ഉണ്ട്. പിന്നെ തന്നിട്ട് എന്തെന്ന് എക്സ് ബാറിൻ്റെ വില നമുക്ക് കാണേണ്ട ആവശ്യമില്ല. എക്സ് ബാറിൻ്റെ വില തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ എക്സ് ബാർ കണ്ടിട്ടില്ല, അത് ഇവിടെ തന്നിട്ടുണ്ട് 15, 10, 20. അതേപോലെ റേഞ്ച് നമുക്ക് കാണേണ്ട ആവശ്യമില്ല, 6 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എക്സ് ബാറും അതേപോലെ ആർ ബാറും കണ്ടാൽ മതി. അപ്പോൾ എക്സ് ബാറിൻ്റെ താഴെ നമ്മൾ ടോട്ടൽ എഴുതണം. ആദ്യം നമ്മൾക്കിത് കോളം വൈസായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് 1 മുതൽ 20 വരെ എഴുതുക. എന്നിട്ട് എക്സ് ബാറിന് എഴുതുക. എക്സ് ബാറിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് എഴുതുക, 263. അതേപോലെ അടുത്ത റേഞ്ച് 6 എഴുതുക. 6ൻ്റെ ടോട്ടൽ എത്രയാണെന്ന് എഴുതുക, 207. ഇനി നമുക്ക് എക്സ് ലിമിറ്റ്സ്, അതായത് എക്സ് ബാർ ചാർട്ടിൻ്റെ ലിമിറ്റ്സ് ആദ്യം നമുക്ക് എക്സ് ബാർ കാണണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈനിലേക്ക്, ആ സെൻട്രൽ ലൈൻ വരക്കേണ്ട ഇടാൻ നോക്കണം. അതായത് എക്സ് ബാറിൻ്റെ ആവറേജാണ്. എക്സ് ബാർ എത്രയാണ്, 263. അപ്പോൾ 263/20 263/20 പറഞ്ഞാൽ 13.5. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് 13.5. പിന്നെ ആർ ബാർ എന്ന് പറയുന്നത് സിഗ്മ ആർ എന്ന് പറഞ്ഞാൽ 207. അപ്പോൾ 207/20 അതെത്ര കിട്ടും, 10.35. ഇനി ഇവിടെ എന്നിൻ്റെ വില നമ്മളെങ്ങനെ കാണുന്നത്, എന്നിൻ്റെ വില ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഇവിടെ തന്നിട്ടുണ്ട്, ഡ്രോ എ കൺട്രോൾ ചാർട്ട് ഫോർ എക്സ് ബാർ ആൻഡ് ആർ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റിംഗ് ടു 20 സാമ്പിൾസ് ഓഫ് ഈച്ച് സൈസ് 4. അപ്പോൾ 20 സാമ്പിൾ ഉണ്ട്, അതിൽ ഓരോന്നിൻ്റെ സൈസ് എത്ര പറഞ്ഞിട്ടുണ്ട്, 4. അപ്പോൾ എന്നിൻ്റെ വില 4 ആകുമ്പോൾ A2ൻ്റെ വില നമ്മൾ ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. A2ൻ്റെ വില എത്രയാണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് 0.729 A2ൻ്റെ വില. അപ്പോൾ UCL എത്ര, എക്സ് ബാർ പ്ലസ് A2 ആർ ബാർ എന്ന് വെച്ചാൽ 13.5. എക്സ് ബാർ പറഞ്ഞാൽ 13.5 പ്ലസ് 0.729 ഇൻറ്റു ആർ ബാർ പറഞ്ഞാൽ 10.35. അതെത്ര കിട്ടും, 13.5 പ്ലസ് 7.545 കിട്ടും. അത് UCL. അപ്പോൾ 21.04. ഇനി LCL കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 13.5 മൈനസ് 7.545 കണ്ടാൽ മതി. അപ്പോൾ LCL ഈക്വൽ ടു എക്സ് ബാർ മൈനസ് A2 ആർ ബാർ. അതെത്ര കിട്ടും, 13.5 മൈനസ് 7.545. അതെത്ര, 5.955 കിട്ടും. അപ്പോൾ LCL കിട്ടി, UCL കിട്ടി, എക്സ് ബാർ എന്ന് വെച്ചാൽ സെൻട്രൽ ലൈൻ കിട്ടി. ഇനി നമുക്ക് ചാർട്ട് വരക്കണം, എസ് ബാർ ചാർട്ട് വരക്കുമ്പോൾ ഇവിടെ അങ്ങനെ തന്നെ 1 മുതൽ 20 വരെയാണ് സാമ്പിൾ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ എക്സ് അക്ഷരത്തിൽ 1 മുതൽ 20 വരെ രേഖപ്പെടുത്തണം. പിന്നെ എക്സ് ബാറിൻ്റെ ഏറ്റവും വലിയ വില, എക്സ് ബാർ ചാർട്ടാണ് വരക്കുന്നത്. എക്സ് ബാറിൻ്റെ ഏറ്റവും വലിയ വില ഏതെന്ന് നോക്കാം നമുക്ക്. എക്സ് ബാറിൻ്റെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് ഇവിടെ 15 ഉണ്ട്. പിന്നെ എത്രയുള്ളത്, അതെ 15 ഉള്ളൂ. അപ്പോൾ എക്സ് ബാറിൻ്റെ ഏറ്റവും വലിയ വില 15 ആയതുകൊണ്ട് നമ്മൾ ഒരു 20 വരെ രേഖപ്പെടുത്താം. അതായത് 0, 2, 4, 6, 8 അങ്ങനെ ഒരു 20 വരെ, 22 വരെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ 22 വരെ വരച്ചത് എന്തിനു പറഞ്ഞാൽ നമുക്ക് 21.5 UCL കിട്ടിയത്. അപ്പോൾ 20 വരെ വരച്ച 20 വരെ അടയാളപ്പെടുത്തിയാൽ പോരാ. UCL എന്ന് പറയുന്നത്, അതായത് അപ്പർ കൺട്രോൾ ലിമിറ്റ് എന്ന് പറയുന്നത് 21.04. അപ്പോൾ 22 വരെ അടയാളപ്പെടുത്താം. Y അക്ഷത്തിൽ 0, 2, 4, 6 ഈ പോയിൻ്റ് വേണ്ട. 0.0, 2.0, 4.0 അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 0, 2, 4, 6 അങ്ങനെ 22 വരെ രേഖപ്പെടുത്താം. ഇനി നമുക്ക് UCL വരക്കേണ്ടത് എത്രയാണ്, 21.04 എവിടെ വരും നോക്കിയിട്ട് അവിടെ ഒരു പാരലായിട്ട് ഡോട്ടഡ് ലൈൻ വരക്കാം. അത് UCL. സെൻട്രൽ ലൈൻ വരക്കേണ്ടത് എക്സ് ബാറിന്. അത് എത്രയാണ്, എക്സ് ബാർ പറഞ്ഞാൽ 13.5. അപ്പോൾ 13.5 എവിടെ വരും നോക്കാം. 12ൻ്റെയും 14ൻ്റെ ഇടയിലാണ് 13 വരുന്നത്. അവിടെ തന്നെ വരക്കാം. 13.5 പറഞ്ഞാൽ 13ൻ്റെ അടുത്ത് വരച്ചാൽ മതി. അത്ര കൃത്യമായിട്ട് നമുക്ക് വരക്കാൻ കഴിയില്ല. അത് സെൻട്രൽ ലൈൻ. LCL വരക്കേണ്ടത് ഇവിടെ എത്രയാണ്, LCL എന്ന് പറഞ്ഞാൽ 5.9. 5.9 പറഞ്ഞാൽ 6ൻ്റെ അടുത്ത് വരച്ചാൽ മതി. 0, 2, 4, 6ൻ്റെ അടുത്ത് വരച്ചാൽ മതി. അത് LCL. ഇനി തന്നിരിക്കുന്ന പോയിൻ്റുകളൊക്കെ നേരത്തെ പോലെ തന്നെ അടയാളപ്പെടുത്തണം. അതായത് 1ന് 15, 2ന് 10 അങ്ങനെ എല്ലാ പോയിൻ്റ് അടയാളപ്പെടുത്താം. 1ന് നേരെ 15, 2ന് നേരെ 10 അങ്ങനെ എല്ലാ പോയിൻ്റ് അടയാളപ്പെടുത്താം. എന്നിട്ടത് ജോയിൻ ചെയ്യുക. ലൈൻ സിഗ്മെൻറ്റ് അല്ലെങ്കിൽ രേഖാഖണ്ഡമായി ഉപയോഗിച്ചിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ആ എല്ലാ പോയിൻറ്റും UCLൻ്റെയും LCLൻ്റെയും ഇടയിൽ വരുന്നുണ്ടോ നോക്കാം. ഇവിടെ എല്ലാ പോയിൻറ്റ്സും UCLൻ്റെയും LCLൻ്റെയും ഇടയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റും, സിൻസ് ഓൾ ദ പോയിൻറ്റ്സ് ലൈസ് വിത്തിൻ UCL ആൻഡ് LCL ദ പ്രോസസ് ഈസ് അണ്ടർ കൺട്രോൾ എന്ന് പറയാൻ പറ്റും. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എക്സ് ബാർ ചാർട്ട് എല്ലാവരും പഠിക്കണം. എന്ത് തന്നെയായാലും ഇതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എക്സ് ബാർ ചാർട്ട് വരക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥിരം ചോദ്യം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു 4 മാർക്ക് നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. കൂടുതൽ കാൽക്കുലേഷനും വേണ്ട, ഇക്വേഷനും വേണ്ട. അതായത് സെൻട്രൽ ലൈൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, UCL എങ്ങനെ കണ്ടുപിടിക്കുന്നത്, LCL എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ അതായത്
തന്നിരിക്കുന്ന എക്സ് ബാറുകളുടെ ശരാശരി, അല്ലെങ്കിൽ സാമ്പിൾസ് തന്നിട്ടുണ്ട്, ആ സാമ്പിൾസ് കൂട്ടിയിട്ട് അതിനെ ഓരോന്നിനെയും X1 ബാർ X2 ബാർ എല്ലാം കാണണം. എന്നിട്ട് അതിൻ്റെ സമ്മാണ് താഴെ എഴുതുന്ന സിഗ്മ എക്സ് ബാർ. അതിനെ വീണ്ടും 20 കൊണ്ട്, അല്ലെങ്കിൽ എത്ര സാമ്പിൾസ് ഉണ്ട് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് എക്സ് ബാർ ബാർ. അത് സെൻട്രൽ ലൈൻ. UCL എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ബാർ പ്ലസ് A2 R ബാർ. A2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ വെച്ചിട്ടാണ് കിട്ടുന്നത്. അത് എന്നിൻ്റെ വില എത്രയാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് A2ൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. ഇനി LCL എന്ന് പറഞ്ഞാലോ എക്സ് ബാർ ബാർ മൈനസ് A2 R ബാർ. അപ്പോൾ അത് രണ്ടും വരക്കാം. അതായത് UCL വരക്കാം, LCL വരക്കാം, സെൻട്രൽ ലെവൽ വരക്കാം. എന്നിട്ട് തന്നിരിക്കുന്ന ഡാറ്റയിലെ എക്സ് ബാറിൻ്റെ വിലയും സാമ്പിൾ നമ്പറിന് നേരെ, ഓരോ സാമ്പിൾ നമ്പറിന് നേരെ അതിൻ്റെ എക്സ് ബാർ കണ്ടുപിടിച്ചിട്ട് ആ പോയിൻ്റ് അടയാളപ്പെടുത്താം. എന്നിട്ട് എല്ലാ പോയിൻറ്റും ലേഖാഗണ്ണം അല്ലെങ്കിൽ ലൈൻ സിഗ്മെൻറ്റ് കൊണ്ട് യോജിപ്പിക്കുക. എന്നിട്ട് കൺക്ലൂഷൻ എഴുതാം. എല്ലാ പോയിൻറ്റ്സും if all the points അല്ലെങ്കിൽ സിൻസ് all the points lies between UCL and LCL the process is under control. ഏതെങ്കിലും 1-2 പോയിൻ്റ് വെളിയിലുണ്ടെങ്കിലോ the process is not under control. ഇനി LCL ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, LCL കണ്ടുപിടിച്ച ശേഷം നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ എക്സ് അക്ഷം തന്നെ LCL എടുത്താൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.